വെൽക്കം ടു യുവർ 3-minute എക്സാം ഗൈഡ്. തീർച്ചയായും SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 100% ഉറപ്പുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വിവരണമാണിത്. ഏകദേശം 3 മിനിറ്റ് സംസാരിക്കാൻ പാകത്തിൽ ലളിതമായ മലയാളത്തിൽ ഇത് താഴെ നൽകുന്നു. വിഷയം: SSLC പരീക്ഷാ വിജയം കൈപ്പിടിയിലാക്കാം, ഉറപ്പായ ചോദ്യമേഖലകൾ. ആമുഖം. നമസ്കാരം കൂട്ടുകാരെ. SSLC പരീക്ഷാകാലം അടുത്തെത്തിക്കഴിഞ്ഞു. സിലബസ് മുഴുവൻ കണ്ട് പേടിച്ചിരിക്കുന്നവർക്കും പഠിച്ചു തുടങ്ങിയവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഠിനാധ്വാനത്തേക്കാൾ സ്മാർട്ട് വർക്കിന് പ്രാധാന്യമുള്ള സമയമാണിത്. ഓരോ വിഷയത്തിലും പരീക്ഷയ്ക്ക് തീർച്ചയായും വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഭാഷാവിഷയങ്ങൾ: മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ആദ്യം നമ്മുടെ ഭാഷാവിഷയങ്ങൾ നോക്കാം. മലയാളത്തിൽ ഗദ്യവിഭാഗത്തിൽ കഥാകൃത്തിനെക്കുറിച്ചും കഥയിലെ പ്രധാന ആശയത്തെക്കുറിച്ചും നല്ല ധാരണ വേണം. കഥാപാത്ര നിരൂപണം, ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായും ചോദിക്കുന്ന ഒന്നാണ്. വ്യാകരണത്തിൽ സന്ധി, സമാസം, വാക്യഭേദം എന്നിവ വിട്ടുപോകരുത്. ഇംഗ്ലീഷിലേക്ക് വന്നാൽ പാഠഭാഗങ്ങളിലെ പ്രമേയവും വാല്യൂസും പഠിക്കണം. വ്യാകരണത്തിൽ ടെൻസസ്, ആക്റ്റീവ് പാസീവ് വോയിസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നിവ നന്നായി പരിശീലിക്കണം. എഡിറ്റിംഗും റിപ്പോർട്ട് റൈറ്റിംഗും സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. ഗണിതം, മാത്തമാറ്റിക്സ്. ഗണിതശാസ്ത്രം പലർക്കും പേടിയുള്ള വിഷയമാണ്. എന്നാൽ ചില ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ ജയിക്കാം. സമാന്തര ശ്രേണികൾ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ, രണ്ടാം കൃതി സമവാക്യങ്ങൾ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ത്രികോണമിതി, ട്രിഗണോമെട്രി എന്നീ ചാപ്റ്ററുകൾക്ക് കൂടുതൽ മുൻഗണന നൽകുക. സ്ഥിതിവിവര കണക്കിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ മീൻ, മീഡിയൻ എന്നിവയും പ്രോബബിലിറ്റിയും ഫുൾ മാർക്ക് വാങ്ങാൻ സഹായിക്കും. ചോദ്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതാൻ ശ്രദ്ധിക്കണം, കാരണം ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. ശാസ്ത്രവിഷയങ്ങൾ: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സയൻസ് വിഷയങ്ങളിൽ കൃത്യമായ പ്ലാനിംഗ് വേണം. ഫിസിക്സിൽ സമവാക്യങ്ങളും അവ ഉപയോഗിച്ചുള്ള കണക്കുകളും ഉറപ്പായും പഠിക്കണം. വൈദ്യുതി, കാന്തികത എന്നീ ഭാഗങ്ങളിലെ ചിത്രങ്ങൾ വരച്ചു പഠിക്കുക. കെമിസ്ട്രിയിൽ രാസപ്രവർത്തനങ്ങളും സമവാക്യങ്ങളും ആണ് പ്രധാനം. ആസിഡുകളും ബേസുകളും ലോഹങ്ങൾ എന്നിവയിലെ പ്രധാന പോയിന്റുകൾ നോട്ട് ചെയ്ത് പഠിക്കണം. ബയോളജിയിൽ ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം. മനുഷ്യ ശരീരത്തിലെ വിവിധ വ്യവസ്ഥകൾ, കോശഘടന എന്നിവയുടെ ചിത്രങ്ങൾ വരയ്ക്കാനും ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും ശീലിക്കുക. ഒരു വാക്കിൽ ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ധാരാളം പ്രതീക്ഷിക്കാം. സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ലോകമഹായുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങളും വ്യക്തികളും പഠിക്കുക. ഭൂമിശാസ്ത്രത്തിൽ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ മാപ്പിൽ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുന്നത് പരീക്ഷയ്ക്ക് വലിയ സഹായമാകും. ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്നിവയും വിട്ടുപോകരുത്. ഉപസംഹാരവും പരീക്ഷാ ടിപ്സും. ചുരുക്കത്തിൽ എല്ലാ പാഠപുസ്തകങ്ങളും വെറുതെ വായിച്ചു പോകാതെ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്ത് ഇത്തരം ഹോട്ട് ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു തീർക്കുക. അവസാനമായി ഒരു ടിപ്പ്: പരീക്ഷാ ഹാളിൽ സമയം കൃത്യമായി പാലിക്കുക. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരമെഴുതുക. ഉത്തരങ്ങൾ പോയിന്റുകളായി എഴുതുന്നത് കൂടുതൽ മാർക്ക് ലഭിക്കാൻ സഹായിക്കും. ആത്മവിശ്വാസത്തോടെ നേരിട്ടാൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഏവർക്കും ഓൾ ദ ബെസ്റ്റ്.